ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ 48,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാറിനെ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകാൻ അനുവദിക്കില്ല. ഇതിനായി കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 1.48 ലക്ഷം കോടി രൂപയുടെ വിവിധ എണ്ണവാതക മേഖലാ പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും ബെഗുസരായിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. ബീഹാർ, ഹരിയാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 16 സംസ്ഥാനങ്ങളിലായി 195 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മത്സരിക്കും. കേരളത്തിലെ 12 ലോക്സഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും വി മുരളീധരൻ ആറ്റിങ്ങലിലും മത്സരിക്കും. തൃശൂർ സുരേഷ് ഗോപി, പത്തനംതിട്ട അനിൽ ആന്റണി, കോഴിക്കോട് MT രമേശ്, ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ, കാസർഗോഡ് ML അശ്വിനി, കണ്ണൂർ C രഘുനാഥ്, പാലക്കാട് C കൃഷ്ണകുമാർ, പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ, വടകര പ്രഫുൽ കൃഷ്ണൻ, മലപ്പുറം ഡോക്ടർ അബ്ദുൾ സലാം എന്നിവരുടെ പേരുകളാണ് പ്രഖ്യാപിച്ചത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ഗാന്ധിനഗറിലും കിരൺ റിജിജു അരുണാചൽ വെസ്റ്റിലും സർബാനന്ദ സോനോവാൾ ദിബ്രുഗറിലും മത്സരിക്കും. 28 വനിതാ സ്ഥാനാർത്ഥികൾ പട്ടികയിൽ ഇടം നേടി. ആദ്യ പട്ടികയിൽ തമിഴ്നാടില്ല. കേരള വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. സർവകലാശാല വിസിയുടെ ചുമതല ഡോക്ടർ PC ശശീന്ദ്രന് കൈമാറി. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രധാന പ്രതികളെല്ലാം പിടിയിലായി. ഇന്നുച്ചയോടെ 14 പ്രതികൾ പിടിയിലായിരുന്നു. സിദ്ധാർത്ഥ് മരണപ്പെട്ട് 13ാം ദിവസമാണ് കുറ്റവാളികളെയെല്ലാം അറസ്റ്റ് ചെയ്യുന്നത്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ച ശേഷം അയാൾക്കെതിരെ വ്യാജ പരാതിയുണ്ടാക്കി അന്വേഷണം നടത്തിയ കോളേജിലെ SFI നടപടി ക്രൂരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. 5 വയസ്സിന് താഴെയുള്ള 23 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പോളിയോ ബൂത്തുകൾ പ്രവർത്തിക്കുന്നത്. നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംസ്ഥാനത്ത് നടന്നുവരുന്ന മുഖാമുഖം പരിപാടിയുടെ സമാപന സംവാദം നാളെ എറണാകുളം കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 2000ഓളം റെസിഡന്റ്സ് അസോസിയേഷൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. തൊഴിൽ മേഖലയിലെ നൈപുണ്യ വിടവ് പരിഹരിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വനിതകൾക്കായുള്ള ദേശീയ നൈപുണ്യ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് നെഹ്റു യുവ കേന്ദ്രയുമായി ചേർന്ന് കഴക്കൂട്ടത്ത് സംഘടിപ്പിച്ച തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് FCയെ 2-3 ഗോളുകൾക്ക് മുംബൈ സിറ്റി പരാജയപ്പെടുത്തി. ബംഗളൂരുവിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നു. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൌണ്ട് പ്രതീക്ഷ ഉറപ്പാക്കാൻ ഈ മത്സരഫലം നിർണായകമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ആദ്യ സെമി ഫൈനലിൽ മധ്യപ്രദേശിനെതിരെ വിദർഭയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ആദ്യം ബാറ്റ് ചെയ്ത വിദർഭ 170 റൺസിന് പുറത്തായി. മറുപടിക്കിറങ്ങിയ മധ്യപ്രദേശ് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റിന് 47 റൺസ് എടുത്തിട്ടുണ്ട്. രണ്ടാം സെമിയിൽ മുംബൈക്കെതിരെ തമിഴ്നാട് 146 റൺസിന് എല്ലാവരും പുറത്തായി. മുംബൈ 2 വിക്കറ്റ് നഷ്ടത്തിൽ 45 റൺസ് എടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. കണ്ണൂർ ചെറുകുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് നിലവിൽ ഉണ്ടായതെന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 13,000 കോടി കേന്ദ്രം ഇതുവരെ നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച മലപ്പുറം ജില്ലയിൽ ഒരാൾ കൂടി മരിച്ചു. എടക്കര പഞ്ചായത്തിലെ ചെമ്പൻകൊല്ലി സ്വദേശിയായ 32കാരനാണ് മരിച്ചത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചാണ് മരണം. ഇതോടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ആയി. പോത്തുകല്ല്, എടക്കര പഞ്ചായത്തുകളിലാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സ്ഥിരീകരിച്ചത്. 152 പേർക്ക് രോഗം ബാധിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരം തൈക്കാട് സ്ഥാപിച്ച അമ്മത്തൊട്ടിലിൽ 6 മാസം പ്രായം തോന്നിക്കുന്ന പെൺകുഞ്ഞ് സംരക്ഷണയ്ക്കായി എത്തി. മനുഷ്യരാശിയെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന അതിജീവനത്തിന്റെ സംരക്ഷണപാളിയായ പ്രകൃതി എന്ന പേരാണ് കുഞ്ഞിന് നൽകിയതെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി അറിയിച്ചു. എല്ലാ രാഷ്ട്രീയ ചുമതലകളിൽ നിന്നും തന്നെ മാറ്റി നിർത്തണമെന്ന് ക്രിക്കറ്റ് താരവും ലോക്സഭാ MPയുമായ ഗൌതം ഗംഭീർ. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയോടാണ് ഗംഭീർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായാണ് തീരുമാനമെന്നും ഗംഭീർ പറഞ്ഞു. ജാർഖണ്ഡ് അസംബ്ലിയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ദുംക ജില്ലയിലെ ഹൻസ് ദിഹയിൽ സ്പാനിഷ് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിലാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.